رب اشرح لي صدري ويسر لي أمري واحلل عقدة يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. അൽഹംദുലില്ലാ, വീണ്ടും നമുക്കൊരു മജ്‌ലിസിലെ അള്ളാഹുവിനെ ഓർക്കാനും അവനിലേക്ക് അടുക്കാനും വേണ്ടിയിട്ട് റബ്ബ് അനുഗ്രഹിച്ച ഒരു നിമിഷം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിയത്ത് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നിയത്തിനെ പുതുക്കുക. അവൻ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാനും ഇൻഷാ അല്ലാഹ് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ക്ലാസ് എടുത്തു തരാൻ വന്നത് എൻ്റെ ജൂം ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഉമ്മു യഹ്യ ഷബ്നം മാലിമയാണ്. ഇൻഷാ അല്ലാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ലാസ് നന്നായി ഇൻഷാ അല്ലാഹ്. ഷബ്നം മാലിമ. ജസാക്കല്ലാഹ് ഖൈർ. സലീഷ മാലിമ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل الله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് മാലിമ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ് അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹു ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തതാണ് അവനെ കുറിച്ച് പഠിക്കാൻ. ഓരോ ആഴ്ചകളിലും നമ്മൾ ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിലേറെ വേറെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ അതേപോലെ ഈ ദുനിയാവില് ഇതൊന്നും അള്ളാഹിനെ കുറിച്ച്, അള്ളാഹ് ആരാണെന്ന് പോലും അറിയാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മുസ്ലിം സമൂഹം മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ന്യൂനപക്ഷമാണ്, മൈനോറിറ്റിയാണ് മുസ്ലിംസ്. എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളുകൾ കുറവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ പഠിക്കുന്ന അറിവ് നമ്മൾക്കും മറ്റുള്ളവർക്കും അത് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ മുസ്ലിം സമൂഹം മൈനോറിറ്റി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് അള്ളാഹ് ആരാന്ന് അറിയാണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവര്. ദുനിയാവിന്റെ പല മാഹൗലുകളിലും ആയിരിക്കും, വെറുതെ സമയം കളയുന്നവരായിരിക്കാം. പക്ഷെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഇരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആദ്യമേ ഓരോരുത്തർക്കും നമ്മളോട് ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ സമൂഹത്തിനോടും അതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിനോടും എല്ലാം നമ്മൾക്ക് ബാധ്യതയുണ്ട്. നമ്മൾ പഠിക്കുന്ന അറിവുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമൻ നാഫിഅ, ബെനിഫിഷ്യൽ നോളജ് ആക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ എടുക്കാൻ പോകുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതിന്റെ ഹെഡിങ് കണ്ടിട്ടുണ്ടാവും, യഥാർത്ഥ സംരക്ഷണം എന്ന് പറയുന്നത്. ഇത് സൂറ സുമറിലെ 39-ാമത്തെ അധ്യായമാണ്. സൂറ സുമർ. കഴിയുന്നവര്, ഖുർആൻ എടുക്കാൻ പറ്റുന്നവര് അതൊന്ന് എടുക്കൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിലെ 36-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഞാനിന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഓക്കെ, അതില് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലൈസല്ലാഹു ബികാഫിൻ അബദ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ആയത്താണ് കേട്ടോ അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇത് ഡയറക്റ്റ്ലി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതോടൊപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ചോദ്യമാണത്. സുബ്ഹാനല്ലാഹ്. അലൈസല്ലാഹു ബികാഫിൻ അബദ. അള്ളാഹ് ചോദിക്കുകയാണ്, അലൈസ, ഒരു ക്വസ്റ്റ്യനിങ് ചോദ്യമാണത്. അത് ക്വസ്റ്റ്യനിൻ ഹംസയാണ്. അള്ളാഹു ചോദിക്കുന്നത്, എന്റെ അടിമയ്ക്ക് ഞാൻ പോരെ, ഞാൻ മതിയായവനല്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് ഇറങ്ങുന്നത് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ സബബുൻ നുസൂൽ എന്ന് പറയുന്നത് റീസൺ ഓഫ് റെവലേഷൻ. ഓക്കെ, വഹി ഇറങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയും ഇഷ്ടപ്പെട്ട പ്രിയതമയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അതേപോലെ തന്നെ അബൂ ത്വാലിബും എല്ലാം ദീന് ദാവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് ചെയ്യുന്ന ഒരു സമയത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്ന അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ മരണം, അത്രയും ഈ 2 മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അത്രയും ഒരു വിഷമ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഈ സമയത്ത് മുശ്രിക്കുകള്, അത് നെക്സ്റ്റ് പറയണം, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വയുഖവ്വിഫൂനക, അതായത് അവര് നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യന്മാരെ പറഞ്ഞിട്ട്, അവരുടെ പേര് പറഞ്ഞ് അവരുടെ കോപം ഉണ്ടാവും, അവർക്കെതിരെ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ശാപം ഉണ്ടാകും, അവരുടെ കുരുത്തക്കേട് നിനക്ക് തട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ഈ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയാക്കി ഇറക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് പോരെ? സുബ്ഹാനല്ലാഹ്. ഒരാള് നമ്മുടെ അടുത്ത്, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാള്, ഒരു ഇത് സുബ്ഹാനല്ലാഹ് സൃഷ്ടാവിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളുടെ ഒരു സൃഷ്ടി, നമ്മളോട് അത്രയും സ്നേഹമുള്ള ഒരാള് ഞാനില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും വിഷമമുള്ള സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ഞാനില്ലേ നിന്റെ കൂടെ എന്നുള്ളൊരു ചോദ്യം. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ഉണ്ട് നിന്റെ കൂടെ, പേടിക്കണ്ട, സമാധാനിക്കുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അള്ളാഹു ആണ് നമ്മളോട് ഇത് പറയുന്നത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ആരാണ് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല? അള്ളാഹു ആരാണെന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസിൽ കറക്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ ഏകനാണെന്നും അള്ളാഹുവിന് മക്കളില്ല എന്നുള്ളതും, അള്ളാഹ്ക്ക് പാരന്റ്സ് ഇല്ല എന്നുള്ളതും പറഞ്ഞു. അള്ളാഹു സ്വയം പര്യാപ്തനാണ് എന്നുള്ളതും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമുക്കറിയാം അള്ളാഹു ഖാലിഖാണ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് നമ്മൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും തന്ന് നമ്മളെ ഓരോ സ്റ്റേജിലും, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവിടുന്ന് ഘട്ടം ഘട്ടങ്ങളാക്കി അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം തന്നു വളർത്തി. സുബ്ഹാനല്ലാഹ്. ഈവൻ സയൻസിന് പോലും അറിയില്ല. ഇപ്പൊ പറയുന്ന ഡോക്ടേഴ്സിന്റെ അടുത്താണെങ്കിൽ പലർക്കും അബോഷൻസ് സംഭവിക്കുന്നുണ്ട്, ഗർഭത്തിലെ വെച്ചിട്ട് തന്നെ കുട്ടികൾ മരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ അവിടെ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഓരോ ഘട്ടത്തിലും വേണ്ട കാര്യങ്ങൾ തന്ന്, എന്നിട്ട് അള്ളാഹു നമുക്ക് ഈ ഒരു ജീവിതം തന്ന്, ഈ ഒരു സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇത്രയും, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിപ്പോ ഇത്രയും വർഷങ്ങളായവര്, ഇതിലിപ്പോ കുട്ടികളുണ്ടാവും, വലിയ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്രയും കാലഘട്ടത്തില് നമ്മൾ ചോദിച്ചിട്ടല്ല അള്ളാഹു പലതും നമുക്ക് തന്നത്, നമ്മൾ ചോദിച്ചതിനേക്കാൾ എത്രയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എന്നും ഓതുന്ന ആയത്തുൽ കുർസി, ദ ഗ്രേറ്റസ്റ്റ് ആയ ഇൻ ദി ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അല്ലാതെ മറ്റാരാധ്യനില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം കൺട്രോൾ ചെയ്യുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അതേപോലെ നമുക്കറിയാം അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാ കഴിവുള്ളതാണ്. ബദിഉസ് സമാവാതി വൽ അർദ് ഫഇദാ ഖദാ അംറൻ ഫഇന്നമാ യകൂനു ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടുള്ളൂ, അതുണ്ടാകുന്നു. ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ കാണാൻ പറ്റുന്നുണ്ടോ? സൂറ മുൽക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആകാശത്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും വിടവുകൾ കാണാനുണ്ടോ? എന്തെങ്കിലും തൂണുകളുണ്ടോ ഈ ആകാശത്തിനെ ഇങ്ങനെ ഉയർത്തി നിർത്താൻ? ഇല്ല. ഇതെല്ലാം കഴിയുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പോരെ നമുക്ക്? അള്ളാഹു നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബലുവന്നക്കും, ആ ശ്രദ്ധ ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. അതിനുള്ള സൊല്യൂഷൻസ് എന്താ പറഞ്ഞത്? ട്രസ്റ്റ് മീ, നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തോളൂ, എന്നെ തവക്കല് ചെയ്തോളൂ. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന ഈമാൻ കാര്യങ്ങളിലും നമ്മൾ പഠിക്കണം ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്.
അത് അള്ളാഹു തരുന്നതാണ്. ആരാണ് ഈ അള്ളാഹ്? ആ അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ അത്രയും സ്നേഹിക്കുന്ന അള്ളാഹു ആണ്. അൽ വദൂദാണ്, അർ റഹ്മാൻ ആണ്. സുബ്ഹാനല്ലാഹ്. അൽ ലത്തീഫ്, അസ്സമിയ. അള്ളാഹ്ക്ക് എല്ലാം കേൾക്കാൻ കഴിയും, അള്ളാഹ്ക്ക് എല്ലാം കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അർശിന് മുകളിലാണ്. പക്ഷെ അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ കഴിവാണ്, മുകളിൽ നിന്ന് തന്നെ അള്ളാഹ്ക്ക് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നത് എല്ലാം അറിയാൻ അള്ളാഹ്ക്ക് കഴിയും. അപ്പൊ അള്ളാഹ് ഈ ഒരു ആയത്തില് അലൈസല്ലാഹു ബികാഫിൻ അബദ എന്ന് ചോദിക്കുന്നിടത്ത് അള്ളാഹു ഞാൻ നിങ്ങൾക്ക് പോരെ, ഇതാണ് നമ്മളുടെ അള്ളാഹു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ പഠിക്കുന്നിടത്ത് അള്ളാഹിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അള്ളാഹ് തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ് അള്ളാഹിന്റെ ഈ നാമങ്ങൾ. ഈ അള്ള പോരെ നമുക്ക്? പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് തളരുന്നത്? ഈ ദുനിയാവിനെ ആലോചിച്ചിട്ടോ? ഈ തുച്ഛമായ ദുനിയാവിനെ ആലോചിച്ചിട്ടാകരുത് ഒരിക്കലും എന്റെയും നിങ്ങളുടെയും വിഷമം. നമ്മളുടെ പരലോകമായിരിക്കണം, നമ്മളുടെ പരലോകമായിരിക്കണം. അവിടെ എന്താവും എന്റെ അവസ്ഥ? ഇവിടെ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴും നമ്മൾ ക്ഷമിക്കുമ്പോഴും ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം തവക്കുലുണ്ടെങ്കിൽ ക്ഷമിക്കാനും നമുക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമുക്ക് സമാധാനവും ഉണ്ടാവും. അല്ലാഹു അക്ബർ. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? അമേസിങ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബിലീവർ. ഒരു വിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്നത് അമേസിങ് ആണ്, അത്ഭുതകരമാണ്. സുബ്ഹാനല്ലാഹ്. അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അൽഹംദുലില്ലാ, അവനൊരു സന്തോഷം വന്നാലും അൽഹംദുലില്ലാ. കാരണം ഇത് തന്നത് എന്റെ റബ്ബാണ്. അവിടെ അഹങ്കാരമില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടി, അത് ഞാൻ എന്തെങ്കിലും ചെയ്തതെന്ന് കൊണ്ടല്ല, അല്ലെങ്കിൽ അതെന്റെ കഴിവായിരുന്നു, ഞാൻ അത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമുക്കൊരു ഒരു അസുഖം വന്നപ്പോൾ ആ ഒരു ഡോക്ടർക്ക് ഭയങ്കര കഴിവാണ്, ആ ഡോക്ടറിന്റെ അസുഖം മാറ്റി തന്ന. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡോക്ടറെ അവിടെ സബബാക്കി. പക്ഷെ ശരിക്കും നമുക്ക് ഷിഫ തന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് ആ അസുഖം മനസ്സിലാക്കിപ്പിച്ചതും അതിനുവേണ്ടി ട്രീറ്റ്മെന്റ്സ് തന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സോ നമുക്ക് ചെയ്തു തരുന്ന ആളുകളോട് നമുക്ക് നന്ദി വേണം. പക്ഷെ അതിലേറെ നന്ദി നമ്മുടെ സൃഷ്ടാവിനോട്. നമ്മളുടെ ഒരു ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഒരു ഉറക്കമോ ഒരു മയക്കമോ ഇല്ലാതെ എല്ലാ നേരവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളെ അത്രയും സ്നേഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോന്നും തരുന്നത്. നമ്മളെപ്പോഴും ആ അല്ലാഹിലേക്കായിരിക്കണം നമ്മളുടെ ശ്രദ്ധ മുഴുവൻ. എന്റെ അള്ളാഹ് എന്നിൽ തൃപ്തിപ്പെട്ടിട്ടാണോ ഉള്ളത്? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമാണോ? നമ്മൾ ഈ സമൂഹത്തിന്റെ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ശരിയാണ് അതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നും, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് മടങ്ങുമ്പോൾ പല ആളുകളും വരും, പല അഭിപ്രായങ്ങളും വരും. നീ ഇവിടെ കോംപ്രമൈസ് ചെയ്തോ, നിന്റെ ദീൻ ഇവിടെ വിട്ടോ, നിന്റെ ഹിജാബിന്റെ കാര്യത്തിൽ ഇതാക്കിക്കോ, നമസ്കാരം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമസ്കരിക്കാം. ഒന്നും പാടില്ല. നമ്മൾ ആർക്കും വേണ്ടി ദീന് കോംപ്രമൈസ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മുടെ ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണെന്ന് പറയുന്ന സമയത്ത് അത് അല്ലാഹുവിനോടാണ് എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കണം. നമ്മുടെ വാക്കുകളിൽ ഉള്ളതല്ല അല്ലാഹു നോക്കാൻ പോകുന്നത്. വാക്കുകളേക്കാൾ നമ്മൾക്ക് പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം നമുക്കറിയാം. ആ ചരിത്രത്തിൽ എത്രയോ കേട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത്രയും അടി കിട്ടുന്ന സമയത്ത്, അത്രയും വേദനിക്കുന്ന സമയത്ത് ഒരു വിലയും കൊടുക്കാണ്ട്, അടിമയാണ്, കറുത്തവർഗക്കാരനാണ്, ഒരു വിലയില്ല ഒന്നിനും അന്ന്. എന്നിട്ട് അത്രയും ഉപദ്രവിച്ച സമയത്തും അഹദ് അഹദ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എന്തിനാണ് ബിലാലെ നീ എന്ന് അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കത് മാത്രമായിരുന്നു അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ എത്ര കാര്യങ്ങൾ അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്. നമുക്ക് എത്രയോ കാര്യങ്ങൾ അറിയാം അള്ളാഹിനെ കുറിച്ച്. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു നിന്നതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ 2 അടി കിട്ടുകയാണെങ്കിലോ, ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര വരികയാണെങ്കിലോ നമുക്ക് നിൽക്കാൻ കഴിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ളത് കോംപ്രമൈസ് ചെയ്യാണ്ടേ? ആരെയും വേദനിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ തൗഹീദില്, നമ്മുടെ വിശ്വാസത്തില് എല്ലാത്തിലും അപ്പുറത്തേക്ക് എന്റെ അള്ളാഹ് പറഞ്ഞതുണ്ട്. ആ സമയത്ത് എന്റെ അള്ളാഹ്ക്ക് അല്ലാണ്ട് ഞാൻ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് നമുക്ക് എത്ര സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. ജീവിതത്തിൽ ചിലപ്പോൾ പല പരീക്ഷണങ്ങളും നേരിട്ടവരുണ്ടാവും. ഇതിൽ പല സഹോദരിമാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണത്തെക്കുറിച്ചും ജീവിതത്തിൽ പലരും ഇഷ്ടപ്പെട്ടവർ വിട്ടുപിരിഞ്ഞതിനെ കുറിച്ചും അസുഖങ്ങളെ കുറിച്ചും പല പല സാഹചര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്.
അത് അള്ളാഹു പറഞ്ഞു, നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും പല പരീക്ഷണങ്ങളും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് അള്ളാഹുല് തവക്കല് ചെയ്യാൻ കഴിയണം. അള്ളാഹു സൂറത്ത് നൂഹില് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? അള്ളാഹു ചോദിക്കും, നിങ്ങൾ എന്താണ് അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും കൊടുക്കാത്തത്? അള്ളാഹുവിന്റെ ആ ഒരു പ്രൗഢി ആലോചിച്ച് നോക്കൂ. കുൻ എന്ന് പറയുന്ന സമയത്ത് അത് ഉണ്ടാകുന്നു. അള്ളാഹുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്കറിയാം, ആ വെളിച്ചം വന്ന സമയത്ത് ബോധം കെട്ട് വീണ കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ സൂറത്ത് നൂറിൽ പിന്നെ സൂറത്ത് നൂഹില് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചോദിക്കുന്നത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എനിക്കൊരു ഗാംഭീര്യവും നിങ്ങൾ കൊടുക്കുന്നില്ലേ, പ്രതീക്ഷിക്കുന്നില്ല? വഖദ് ഖലഖകും അത്വാറ, നിങ്ങളെ ഓരോ സ്റ്റേജസിലായിട്ട് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ, നേരത്തെ പറഞ്ഞൊരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, നിങ്ങൾ കാണുന്നില്ലേ, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഈ ആകാശം, 7 ആകാശങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കുകളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആരെ പിന്നെ വേണ്ടത്? അല്ലാഹ് മതി എല്ലാം. ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് അപ്പോ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നമ്മൾ എന്താണ്, അള്ളാഹു പോരെ എന്നുള്ളത് അള്ളാന്റെ ചോദ്യം. മതി, അള്ളാഹ് മതി അല്ലേ നമുക്ക്? അത് മതി. ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പിന്നെ ഞാനുണ്ട് നിനക്ക് എന്നുള്ള അതും അതിൽ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിലെ പറഞ്ഞ അലൈസ അല്ലാഹു ബി കാഫിൻ, തീർത്തും ആ ബി എന്നുള്ളത് കാണിക്കുന്നത് അവിടെ എംഫസൈസ് ചെയ്യാണ്. അവിടെ എന്താ പറയാ, ഒന്നുകൂടി ഉറപ്പിച്ച് ചോദിക്കുന്നത്, ഞാൻ പോരെ, ഞാനുണ്ട് നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അടുത്തൊരു ഭാഗം ഒരു ആയത്തിന്റെ, യുഹവ്വിഫൂനക ബില്ലദീ മിൻ ദൂനി, അവര് നിന്നെ പേടിപ്പിക്കുകയാണല്ലേ മറ്റ് ഇലാഹുകളെ വെച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് സൂറ ഹജ്ജിലത്തെ ഒരായത്ത് നോക്കാം. ആ ഒരു ആയത്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു അള്ളാഹു അല്ലാത്തവരെ കുറിച്ചിട്ടുള്ള അവരുടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു എക്സാമ്പിൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നുണ്ട്. അല്ലാഹു അക്ബർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس ضرب مثل فاستمعوا له. അള്ളാഹു പറയണ, മനുഷ്യരെ എല്ലാവരും വിളിക്കാണ്. വിശ്വാസികളെ എന്നല്ല വിളിച്ചത്, എല്ലാവരും വിളിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല. ഇതിൽ വിശ്വാസികളും പെടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഓരോരുത്തരെയും ഇവിടെ വെച്ച് ചിന്തിക്കണം. എന്നിട്ട് ഫസ്തമിഉ ലഹ്, ശ്രദ്ധിച്ച് കേൾക്കൂ. ഇന്നല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹ്. ഇന്നല്ലദീന തദഊ, തീർച്ചയായും, അതായത് അള്ളാഹുവിനല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അതായത് എന്താണ് പറയുന്നെങ്കിൽ, അള്ളാഹുവിനല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഇലാഹുകളും അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും എന്താണ്, യസ്ലുബുഹുമുൽ ദുബാബ യസ്ലുബുഹു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ദഅഫ് ത്വാലിബ് വൽ മത്ലൂബ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നത്, അവര്, അതായത് അല്ലാതെ ആരാധ്യന്മാരാണെന്നൊക്കെ പറയുന്ന ആ ഇലാഹുകളുടെ കഴിവിനെ കുറിച്ച് അള്ളാഹു ചോദിക്കാണ്. അവരൊരു ഈച്ചയെങ്കിലും അവര് സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനത്തെ ഇലാഹുകള് എന്ന് പറയുന്ന, അതായത് ദൈവമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനൊരു കഴിവ് കൊടുക്കുന്നവര്, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ കഴിവ്, എന്തൊക്കെ കഴിവുകള്? കല്ലിനെയും മണ്ണിനെയും സൂര്യനെയും ചന്ദ്രനെയും അല്ലെ, പല വൃക്ഷം, നക്ഷത്രം, ഇനി എന്താ, ജീവിച്ചിരിക്കുന്ന ആളുകള്, മരിച്ചുപോയ ആളുകള്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പലതരത്തിലും, പല രീതിയിലുള്ള. പക്ഷെ അള്ളാഹ് ചോദിക്കുകയാണ്, അവരൊരു ഈച്ചയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. ഹിന്ദുസിന്റെ ഒരു കോൺസെപ്റ്റിൽ അവരെന്താ പറയുന്നത്, അവർക്ക് എത്ര 300 കോടിക്കണക്കിന് ദൈവങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാ കോടിക്കണക്കിന് ഉള്ള ദൈവങ്ങളും ഒരുമിച്ച്
കൂടിയാലും അവർക്കൊരു ഒരു ഈച്ച എന്ന് പറയുന്നത് എന്താ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പ്രാണിയാണ്. അതിനെ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? ഈ ദുബാബ്, ഈ ഒരു ഹൗസ് ഫ്ലൈ അവരുടെ അടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഈ ഇങ്ങനെ വിഗ്രഹങ്ങളായിട്ടിരിക്കുന്നവർക്ക്, മരിച്ചു കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ കല്ലിനാണെങ്കിലും ചെടിക്കാണെങ്കിലും അതിന് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് സൃഷ്ടിക്കാനും കഴിവില്ല. ഇനി എന്തെങ്കിലും ഇവരെ ഓവർ പവർ ചെയ്തിട്ട്, ഇവരെ മറികടന്നിട്ട് ഇവരുടെ അടുത്ത് ഒരു സാധനം എടുത്തിട്ട് പോകണം, എടുത്തിട്ട് പോയ ഒരു സാധനം തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ? അള്ളാന്റെ ചോദ്യാണ്. എത്ര വീക്ക് എന്ന് അള്ളാഹു തന്നെ പറയണത്, ദഅഫു ത്വാലിബ് വൽ മത്ലൂബ്. എത്ര വീക്കാണ് അവര് ആരാധിക്കുന്നവരും, അതായത് വിളിച്ച് പ്രാർത്ഥിച്ച ആ ഒരു ഇലാഹും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും എത്ര ദുർബലനാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഈ ഈച്ചന്റെ ഒരു പ്രത്യേകത, ഈ ഹൗസ് ഫ്ലൈ ഒരു ഫുഡില് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇപ്പൊ ഇവിടെ എടുത്തിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അത് എടുത്താൽ അവിടെ സംഭവിക്കുന്ന ഒരു എന്താന്ന് വെച്ചാല്, സയന്റിഫിക്കലി നമ്മൾ ഈച്ച ഭക്ഷണത്തിൽ വന്നിരുന്ന നമ്മൾ അതിന് പെട്ടെന്ന് അത് അസുഖം ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുമ്പം അതിന്റെ ശരീരത്തില് ബാക്ടീരിയയും വൈറസും അങ്ങനെയുള്ള പാത്തോജൻസ് മാത്രമല്ല, ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതുണ്ട്. ഓക്കെ. പ്ലസ് ഇതിന്റെ വേറൊരു സംഭവം എന്ന് വെച്ചാല്, ഈ ഈച്ച ഒരു ഭക്ഷണത്തിൽ വന്നിരുന്നാല് ആ ഭക്ഷണം എടുത്ത് അത് കഴിക്കുകയല്ല ചെയ്യണത്. അതിന്റെ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് വെച്ചാല് അതിന്റെ ഭക്ഷണം ദഹിപ്പിക്കുന്ന ആ ഒരു ഡൈജസ്റ്റീവ് എൻസൈം എന്നാ പറയാ, ഒരു എനിക്കറിയില്ല അതിനെന്താ പറയാന്ന്. ഈ ദഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വയറിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈം, ഒരു ലിക്വിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ഒക്കെ, ഒരു വെള്ളം. അത് ഈച്ചതെന്താ ചെയ്യുന്നെങ്കിൽ ഈ ഭക്ഷണത്തിലോട്ട് അതിനെ പുറത്തേക്ക് വിടുകയാണ്. അതിന്റെ ഒരു ട്യൂബില് അതിന്റെ ഒരു വായയുടെ ഭാഗത്തു കൂടി അതെന്താണ്, ആ എൻസൈം, ഡൈജസ്റ്റീവ് എൻസൈം ഈ ഫുഡിലോട്ട് വന്നിട്ട് ഈ ഫുഡിനെ പുറത്ത് വെച്ചിട്ട് തന്നെ അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് വേറൊരു രൂപത്തിലാക്കുന്നത്, ദഹിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് ഇതെടുത്ത് കഴിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ വയറിൽ അതിന് മുന്നേ കഴിച്ചാൽ അത് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ, വൃത്തികേടുള്ള പല സ്ഥലങ്ങളിലും അത് പോയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള അതിന്റെ ദേഹത്തെ പറ്റിപ്പിടിച്ച അണുക്കൾ അത് വേറെ, പിന്നെ അതിന്റെ വാഴയ്ക്കകത്ത് നിന്ന് വരുന്ന അണുക്കളും ഉണ്ടാവും. പ്ലസ് ഈ ഫുഡ് അതെന്ത് ചെയ്തു, വന്നിരുന്നപ്പോ തന്നെ അതെന്ത് ചെയ്തു, അത് കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്ത സാധനം, അതായത് ആ ഭക്ഷണമല്ല, അതിന്റെ ദഹനം ഇവിടുന്ന് തന്നെ നടന്നു. ഇത് സുബ്ഹാനല്ലാഹ്, ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാല് ഇത് ഒരിക്കലും മനുഷ്യനത് തിരിച്ച് ഭക്ഷണമാക്കാൻ പറ്റൂല. അതാ സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞു ജീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ച ഒരു ജീവി അത് അതിനെ കൺവേർട്ട് ആക്കും അതിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇനി അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്. എന്ത് നല്ല എക്സാമ്പിൾ ആണ് അള്ളാഹു പറഞ്ഞു. എന്തെങ്കിലും എടുത്തിട്ട് പോയാലോ, അത് വന്നിരുന്നാലോ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എത്ര കാര്യങ്ങളാണ് അതിൽ ചിന്തിക്കാൻ. അപ്പൊ എത്ര നമുക്ക് ആ കാര്യത്തിൽ ഈച്ച നമ്മളെയും കൂടി മറികടക്കുകയാണ്. ഈച്ചക്കാണ് അവിടെ പവർ ഉള്ളത്, മനുഷ്യനല്ല. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം കാണാനും കേൾക്കാനും എങ്കിലും പറ്റുന്നുണ്ട്. ഒന്നും അറിയാത്ത കല്ലിനോടും മണ്ണിനോടും മരിച്ചു കിടക്കണവരടുത്തും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്. ചോദിക്കുന്നവനും അതുപോലെ ആരോടാണോ ഇത് ചോദിച്ചതെങ്കിൽ അവരും രണ്ടുപേരും ദുർബലരാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അല്ലാഹു അക്ബർ. ഇനി ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് വീക്കാണെന്ന് പറയുന്ന സമയത്ത് നേരെ തിരിച്ചാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും അള്ളാഹ്ക്ക് പവറുടെ, എല്ലാം കഴിയുന്ന, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, നമ്മുടെ മനസ്സിൽ നടക്കുന്ന എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. സുബ്ഹാനല്ലാഹ്. ഈ അള്ളാഹ് ഇനി നമുക്ക് മതിയില്ലേ? മതി. നമുക്കത് പറയാൻ സാധിക്കണം. ഇബ്രാഹിം നബിനെ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ തീയിലൊന്നും കൊണ്ടുപോയിട്ടിട്ടില്ല. അള്ളാഹുവേ, നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടാവും. സൂറ ത്വലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു ആയത്ത്, സൂറ ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നവന് അവൻ അല്ലാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി.
അവന്റെ കാര്യങ്ങൾ എന്താണോ, പിന്നെ അത് നമ്മൾ അള്ളാഹുവിൽ തവക്കല് ചെയ്താല് പിന്നെ നമ്മളുടെ ആ ഒരു കാര്യം നിറവേറ്റി തരേണ്ടത്, അല്ലെങ്കിൽ നമുക്കിനി എന്തൊക്കെയാണോ വേണ്ടതെങ്കിൽ അത് തരേണ്ടത് അള്ളാഹു ആ ബാധ്യത ഏറ്റെടുക്കുന്നുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവോട് അവന്റെ കാര്യങ്ങൾ എന്താണെങ്കിൽ അള്ളാഹു അത് ചെയ്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. തവക്കല് ഉള്ള ഒരാളെ, ഒരു വിശ്വാസീനെ കാണുമ്പോൾ തവക്കലുള്ളവർക്ക് കുറേ അടയാളങ്ങളുണ്ട്. അവർക്ക് ഒന്നിനെ കുറിച്ച് അവർ ടെൻഷൻ ഉണ്ടാവില്ല, വറീഡ് ആയിരിക്കൂല, വെറുതെ ദേഷ്യപ്പെടുന്നവനാവൂല. അവന് ക്ഷമ ഉണ്ടായിരിക്കും, സബറുൻ ജമീൽ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇനി ക്ഷമ ഇല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ്, ക്ഷമയുള്ളവനെ പോലെ നിങ്ങൾ നിൽക്കൂ, നിങ്ങൾക്ക് ക്ഷമ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അപ്പൊ ഈ ഒരു രീതിയിലെല്ലാം നമ്മുടെ റബ്ബ് ആരാണെന്നുള്ളത് മനസ്സിലാക്കി, നമ്മുടെ അള്ളാഹിനെ മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്തൊക്കെ പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സഹിക്കാൻ വയ്യാത്ത പരീക്ഷണങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കട്ടെ. ആമീൻ. എപ്പോഴും അള്ളാഹിനെ ഓർത്ത് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് മോർണിംഗ് ആൻഡ് ഈവനിങ് ദിക്റുകൾ ചെയ്യാനും, നമസ്കാരങ്ങൾ അതിന്റെ കറക്റ്റ് സമയങ്ങളിൽ നമസ്കരിക്കാനും, ഹിജാബ്, നമ്മുടെ എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കി തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളെ പറഞ്ഞറിയിച്ചിട്ടുണ്ടോ, അതെല്ലാം ചെയ്ത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിന്റെ സ്വർഗം അതാവണം നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരാളുകളായി പോവാതിരിക്കട്ടെ. നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് അതിനെ മനസ്സിലാക്കി ഹിക്മത്തോടു കൂടി എല്ലാം കൈകാര്യം ചെയ്ത് നമ്മൾക്ക് സ്വയം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാനും, അതേപോലെ തന്നെ ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക് ഓരോരുത്തർക്കും ലൈഫ് എന്ന് പറയാം, നമ്മൾ തവക്കൽ ചെയ്ത സമയങ്ങളിൽ അതെന്റെ അള്ളാഹ് തന്നതല്ലേ, എനിക്ക് കുഴപ്പമില്ല, ഞാനത് എന്താ പറയാ, ഞാനതിൽ തൃപ്തിപ്പെടുകയാണ്, അതിലെനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മൾ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാവും, അന്നൊക്കെ അള്ളാന്റെ സഹായം നമുക്ക് വന്നിട്ടുണ്ടാവും. അള്ളാഹ് നമ്മുടെ മനസ്സുകളിൽ സമാധാനം ഇട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രശ്നത്തിലുള്ളതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എന്താ പറയാ, നമുക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചൊരു എളുപ്പം നമുക്ക് അവിടെ തന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ജീവിതം കൂടെ ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞ നേരം, ഇവിടെ നമ്മൾ സഹോദരിമാരെല്ലാവരും പറയാറുള്ളൂ, അപ്പൊ ആ ഒരു രീതിയിലാണല്ലോ ഇവിടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ പറയാണ്, അതായത് നമുക്ക് എന്താ പറയാ, എനിക്കും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല, പറയുമ്പോ തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ശബ്ദം ഇങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ ഈ ആയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് അലൈസ അല്ലാഹു ബികാഫിൻ അബദ എന്ന് ചോദിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ആരാണെന്ന് അറിയാണ്ട് ജീവിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒരു 24 വർഷത്തോളം അള്ളാഹ് ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അള്ളാഹ് ആരാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. സുബ്ഹാനല്ലാഹ്. അന്ന് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്നുണ്ട്, ഈ അതായത് ദീൻ എന്താണ്, അള്ളാഹ് ആരാണെന്ന് അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ദുലുമാത്താണ്, അത് ഭയങ്കര ഇരുട്ടാണെന്ന്. ശരിക്കും സത്യമാണ്, ഭയങ്കര അസ്വസ്ഥാണെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും, നമ്മുടെ എന്താ പറയാ, ഉപ്പാനെയോ ഉമ്മാനെയോ അല്ലെങ്കിൽ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയായിരിക്കും. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുമ്പം എന്തായിരിക്കും അവസ്ഥ? ഇവരാരും ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, ഇനി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹിനെ നമുക്ക് അറിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട്, അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ഹൊറിബിൾ കണ്ടീഷനാണത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ദീൻ എന്താന്ന് അറിയുന്നതും അള്ളാഹ് എന്താന്ന് അറിയുന്നതും. നമുക്കൊന്നിനും ബേജാറില്ലല്ലോ, അള്ളാഹ് ഉണ്ട് നമുക്ക്. പക്ഷെ അവിടെ നമുക്ക് ആ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹ് ഉണ്ട്. അള്ളാഹ് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ പോരെ, ഞാൻ ഉണ്ട്, ഞാൻ മതി, നിങ്ങൾ വായോ, അള്ളാഹ് വിളിക്കുന്നുണ്ട്. ചെല്ലാൻ നമുക്ക് എന്താണ് മടി എന്നുള്ളതാണ് നമ്മളോട് സ്വയം ചോദിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേക്ക് ഓടി ചെല്ലാനും എല്ലാം മനസ്സിലാക്കി ജീവിക്കാനും, എന്താ പറയാ, അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മളുടെ ഈ ഒരു ഇരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായിട്ടുള്ള ഒരു അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമായിട്ടുള്ള എല്ലാ ഇൽമുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമൻ നാഫിയാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.